അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വഅലൈക്കും സലാം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് സയ്യിദിനാ വ ഹബീബിനാ വ ഇമാമിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും നമ്മുടെ ഈ ഉദ്യമത്തെ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിക ചരിത്രം 6-ാം ഭാഗമാണ് ഇന്ന് നാം കൈകാര്യം ചെയ്യുന്നത്. 6-ാമത്തെ ക്ലാസ് ആണെന്നർത്ഥം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതമാണ് ഇന്ന് പറയേണ്ടത്. ഈ ഒരു ക്ലാസ്സിൽ പ്രവാചകന്റെ മദീന ജീവിതം വളരെ സംക്ഷിപ്തമാക്കി ഒതുക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ ബൃഹത്തായ ജീവിതത്തെ ഒരൊറ്റ ക്ലാസ്സിൽ എങ്ങനെയും പറഞ്ഞു തീർക്കുക സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റബീഉൽ അവ്വൽ മാസം ഒത്തുവന്നത് വളരെ അവിചാരിതമായിട്ടാണ് എങ്കിലും ഈ മാസത്തിൽ പ്രവാചകന്റെ ചരിത്രം പറയുന്നിടത്ത് തീർച്ചയായും ചില പ്രാധാന്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവാചകൻ മക്കയിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് മക്കയിൽ പ്രബോധന ജീവിതം നിർവഹിക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഹറാമാണ്, ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ് എല്ലാ സംഗതികളെയും മാറ്റിവെക്കുകയായിരുന്നില്ല പ്രവാചകൻ. മറിച്ച് എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്ന ഒരു രീതിയാണ് പ്രവാചകർ സ്വീകരിച്ചിരുന്നത്. ഇപ്പൊ ഈ ഹറാമിന്റെ മൊത്ത കച്ചവടക്കാരായിട്ട് മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരു വലിയ വിഭാഗം മാറിയിട്ടുണ്ട്. തൊടുന്നതെല്ലാം ഹറാം, എടുക്കുന്നത് ഹറാം, നോക്കുന്നത് ഹറാം. അങ്ങനെ അവർക്ക് ഒക്കെ ഹറാമാണ്. ഹറാമിന്റെ വ്യാപാരികളായി, ഹറാമിന്റെ പ്രചാരകരായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ, ബൈനോക്കുലറായിട്ട് നോക്കി നടക്കുകയാണ്. ഹറാമുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുകയാണ്. ഇതൊക്കെ ഈ പ്രകടനപരതയിൽ മാത്രമാണ് താനും കേട്ടോ. അവരുടെ ജീവിതത്തിന്റെ മൂല്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ശുഭോദർക്കമായ കാര്യമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രവാചകൻ ഉപയോഗപ്പെടുത്തിയ ഏറ്റവും വലിയൊരു സാധ്യതയായിരുന്നു ഉക്കാദ് ചന്ത, സൂഖ് ഉക്കാദ് എന്ന് പറയും. അറേബ്യൻ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, സൂഖ് ഉക്കാദ് എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അവിടെ വലിയ സന്നാഹങ്ങളോടുകൂടി ചന്ത നടക്കുന്നത്. ചന്ത എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അറേബ്യൻ ഭൂപ്രദേശത്തിന്റെ നാനാഭാഗത്തു നിന്നും, സിറിയയിൽ നിന്ന്, യമനിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവരുടെ ചരക്കുകളുമായി വരികയും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു വലിയ ചന്ത. പക്ഷെ അവിടെ ബിസിനസ് മാത്രമല്ല, എല്ലാവിധ കലാപരിപാടികളും ഉണ്ടാകും. കഥാപ്രസംഗങ്ങൾ, ഗാനമേളകൾ, നൃത്തനൃത്യങ്ങൾ, ഇന്ന് തുടങ്ങി നമ്മുടെ മുച്ചീട്ട് കളി വരെ. മുച്ചീട്ട് കളി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിലാണ്, അതിന്റെ അറേബ്യൻ രൂപം അസ്ലാം എന്നൊക്കെ പറയുന്ന സംഗതികൾ. ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഉക്കാദ് ചന്ത. നിങ്ങൾ നോക്കൂ, ഇന്നാണെങ്കിൽ ഹറാമിന്റെ കൊടികുത്തി പ്രഭാഷണങ്ങളുടെ പരമ്പര നടക്കേണ്ടുന്ന സംഗതിയാണത്. മ്യൂസിക് ഹറാമാണ്, ഇങ്ങനെ തുടങ്ങി തൊടുന്നതൊക്കെ ഹറാം. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉക്കാദ് ചന്തയിൽ പോയി തന്റെ ദൗത്യം ജനങ്ങളോട് പരസ്യമായി പറയുന്നതിനുള്ള ഒരു വേദിയായിട്ട് അവിടെ സ്വീകരിച്ചിരുന്നു
ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ ഉള്ള ചന്തയാണ്. എന്ന് വെച്ചാൽ ഏതിൻ്റെയും വളരെ ധനാത്മകമായിട്ടുള്ള അതിന്റെ ഗുണപരമായിട്ടുള്ള ഭാഗങ്ങളെ സ്വീകരിച്ച് അതിനെ ഉപയോഗപ്പെടുത്തുക എന്ന രീതിയായിരുന്നു റസൂലുള്ളാഹി സ്വീകരിച്ചിരുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ സൂഖുൽ മജാസ്, സൂഖുൽ മജന്ന തുടങ്ങിയ ചന്തകളൊക്കെയും പ്രവാചകൻ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കഅബയുടെ പരിസരത്ത് ഉത്സവങ്ങളും മറ്റും നടക്കുന്ന സമയത്ത് അവിടെയും പ്രവാചകൻ പോയിരിക്കുകയും തനിക്ക് പറയാനുള്ളത് ശ്രോതാക്കളോട് പറയുകയും ചെയ്യുന്ന രീതിയും റസൂലുള്ളാഹി സ്വീകരിച്ചിരുന്നു. ഇത് ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ള സാധ്യതകളെ, ടെക്നോളജി വളരുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടത്. അല്ലാതെ മാറി നിൽക്കലല്ല, ഹറാം എന്ന് ഫത്വ നൽകലല്ല. അതാത് കാലഘട്ടത്തിലുള്ള ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യകളുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നർത്ഥം. ഈ രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നാം എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഒരു വളരെ പിറകിലായ അവസ്ഥയിൽ നിന്ന് എന്നേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചേനെ എന്ന് ചിലപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ തോന്നിപ്പോകും. ശരി, നമുക്ക് പ്രവാചകന്റെ മദീന ജീവിതത്തിലേക്ക് വരാം. മക്കയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് എത്തുന്നു. അതൊരു റബീഉൽ അവ്വലിലാണെന്നാണ് ചരിത്രം പറയുന്നത്. മദീനയിലെത്തിയ പ്രവാചകൻ മദീനയിൽ എത്തുന്നതിന് മുൻപുള്ള ഖുബ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഖുബ എന്ന് പറയുന്നത് മദീനയോട് ചേർന്നുള്ള എന്നാൽ മദീനയ്ക്ക് പുറത്തുള്ള ഒരു പ്രദേശമാണ്. മദീന നഗരിയിലല്ല, എന്നാൽ മദീനയിൽപ്പെട്ട എന്ന് പറയാവുന്ന ഒരു പ്രദേശം ഖുബ. അവിടെയാണ് താൽക്കാലികമായി വിശ്രമിക്കാൻ പ്രവാചകൻ തീരുമാനിച്ചത്. മദീനയുടെ കവാടം എന്ന് വേണമെങ്കിൽ ഖുബയെ പറയാം. അവിടെ പ്രവാചകനെ സ്വീകരിക്കാൻ ആബാലവൃദ്ധം ഒരുമിച്ച് കൂടിയിരുന്നു. ജാതിയും മതമൊന്നും അവിടെ പ്രശ്നമായിരുന്നില്ല. അവിടെ യഹൂദികളുണ്ട്, നസാറാക്കളുണ്ട്, ഔസുകാരുണ്ട്, ഹസ്രജുകാരുണ്ട്. എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സാണ്, ഒരു ജനാവലിയാണ് പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖിനെയും കൂടെയുള്ളവരെയും സ്വീകരിക്കുന്നത്. അവരൊക്കെ പാട്ടുപാടിയാണ് സ്വീകരിക്കുന്നത്. തലഅൽ ബദ്റു അലൈന നമുക്കറിയാം. അവര് ദഫ് മുട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് സംഗീതമൊക്കെ വായ്പാട്ട് പാടാം, എന്നാൽ സംഗീതം പാടില്ല എന്നൊക്കെയാണ്. എന്താണ് ഈ സംഗീതം? ഈ വായ്പാട്ട് പാടാം എന്ന് പറയുന്നത്, വായ്പാട്ട് എന്ന് പറയുന്നത് എന്താണ്? അത് ഏത് ഗണത്തിലാണ് കൂട്ടേണ്ടത്? ഉപകരണങ്ങൾ പാടില്ല അത്രേ. ഏത് ഉപകരണങ്ങൾ പാടില്ല? വിശുദ്ധ ഖുർആൻ സംഗീതാത്മകമായി പാരായണം ചെയ്യണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സംഗീതം എന്ന് പറയുന്നത് എന്തോ ഒരു നരകത്തിലെ പോലെയാണ്. ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് സംഗീതാത്മകമായിട്ടാണ്. പ്രവാചകൻ അത് അനുവദിച്ചിരുന്നു, ആസ്വദിച്ചിരുന്നു. പ്രവാചകന്റെ മുന്നിൽ പാട്ടുകാർ പാട്ടുപാടിയപ്പോൾ, അതും ഹദീസിന്റെ കിതാബുകളിലൊക്കെ പെൺകുട്ടികൾ പാട്ടുപാടിയപ്പോൾ പ്രവാചകൻ അത് ആസ്വദിച്ചിരുന്നു. അത് തടയാൻ ശ്രമിച്ച അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ളവരെ പ്രവാചകൻ വിലക്കിയിരുന്നു. അല്ല, അവർ പാടട്ടെ എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ പാട്ടുപാടി ആഹ്ലാദാരവങ്ങളോടെ പ്രവാചകനെയും സിദ്ദീഖിനെയും സ്വീകരിച്ചു. ഇവിടെ നമുക്കൊരു കാര്യം വേറൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ആഘോഷം, ആഹ്ലാദം പ്രകടിപ്പിക്കുക മുതലായ സംഗതികളൊക്കെ എന്തോ ഒരു ഭീകരമായ ഒരു തെറ്റായി, കുറ്റമായി, ഇങ്ങനെ മസില് പിടിച്ച് ജീവിക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മസില് പിടിച്ചുള്ള ജീവിതമാണ്. ചിരിക്കരുത്, ആഹ്ലാദിക്കരുത്, ആഘോഷിക്കരുത്. ആഘോഷം എന്നൊക്കെ പറയുമ്പോ ഉടൻ പറയും ഇസ്ലാമിൽ 2 ആഘോഷങ്ങളേ ഉള്ളൂ എന്ന് പറയും.
ആഘോഷിക്കുക എന്നുള്ളത് ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ ആർദ്രതകളെയും അങ്ങ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ പൊട്ടിച്ചിരിക്കരുത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു 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 ഇരുമ്പലൊക്കെ പോലത്തെ ഒരു സാധനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആഘോഷിച്ചു പോയാൽ നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ, നമ്മുടെ കുട്ടികളൊക്കെ ജനിച്ച് അന്നത്തെ ദിവസം ഒരു കേക്ക് അങ്ങ് മുറിച്ചു പോയാൽ കേക്കോട് കൂടി സ്വർഗം പോയി, അങ്ങനെ സ്വർഗം കേക്കോട്ട് പോയി എന്ന മട്ടിലാണ്. എന്ന് വെച്ചാൽ എവിടെയാണ് ഈ ഹറാമ് ഹലാലിന്റെ ഇടയിലുള്ള ഈ അതിർവരം പിരിക്കുന്നത് എന്ന് കാണുന്നില്ല. നിങ്ങൾ നോക്കൂ, റസൂല് വരുമ്പോ ഇത് എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ചരിത്രമാണ്. റസൂല് വരുമ്പോ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ എല്ലാ മതക്കാരും ഉണ്ട്, വൃദ്ധന്മാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, എല്ലാവരും കൂടിയാണ് റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി അതിൽ യാതൊരു അസ്വസ്ഥതയും പ്രകടിപ്പിച്ചില്ല, അത് ആസ്വദിച്ചു, അവരുടെ സ്വീകരണം ഉൾക്കൊണ്ടു. ഇതില് എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്? മനുഷ്യന്റെ മനസ്സിലാ പ്രശ്നം ഇരിക്കുന്നത്. ചിരിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർഗം, ആഹ്ലാദിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്വർഗം, അങ്ങനെ ഉണ്ടോ ഒന്ന്? ഇസ്ലാമിനൊക്കെ ഇങ്ങനെ എന്തിനാ വെറുതെ ഈ പിന്നെ വരണ്ട് 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 മരുഭൂമി പോലെ ആക്കി കളയുന്നത് എന്തിനാ? അങ്ങനെ ഉണ്ടോ? എത്ര സൗന്ദര്യമാണ് ഇസ്ലാമിന്റെ സങ്കല്പം, എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ പിന്നെ അവതരണം, പ്രവാചകന്റെ ജീവിതമൊക്കെ എത്രമാത്രം മഹത്തരമാണ്. അപ്പോ പറഞ്ഞു വരുന്നത്, പ്രവാചകൻ അവിടെ എത്തി, ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ കൂടി റസൂലിനെ സ്വീകരിച്ച് ഖുബയിൽ പ്രവാചകൻ താമസിച്ചു. എന്നിട്ട് റസൂൽ ചെയ്യുന്നത് അവിടെ ഒരു ദേവാലയം പണിയുന്നു, പള്ളി പണിയുന്നു. പള്ളി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു. ഈ ദേവാലയം എന്ന കോൺസെപ്റ്റ് പ്രവാചകൻ കൊണ്ടുവരുന്നത് ആരാധനാലയം എന്ന അർത്ഥത്തിലല്ല, ആരാധനകൾ കൂടി നടക്കുന്ന മനുഷ്യന്റെ കേന്ദ്രം എന്ന അർത്ഥത്തിലാണ്. ആരാധനകൾ കൂടി നടക്കുന്ന മനുഷ്യന്റെ കേന്ദ്രം, അതൊരു മതാലയമല്ല. എല്ലാ കാര്യങ്ങൾക്കും ആളുകൾക്ക് സന്ദർശിക്കാൻ കഴിയുന്ന, ആളുകൾക്ക് നിർഭയം വന്ന് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു മാനവികാലയമായിരുന്നു പ്രവാചകന്റെ പള്ളി. പ്രവാചകൻ നിർമ്മിച്ച ആദ്യത്തെ പള്ളി മസ്ജിദ് ഖുബ. ഖുബ എന്ന പ്രദേശത്തുള്ള പള്ളി എന്നേ അതിനർത്ഥമുള്ളൂ. അവിടെ എല്ലാവർക്കും സ്വാഗതമായിരുന്നു, സ്ത്രീകൾക്കും കുട്ടികൾക്കും, യഹൂദർക്കും നസാറാക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ വരാനും കയറാനും ഇരിക്കാനും ആവശ്യമെങ്കിൽ കിടന്നുറങ്ങാനും ഒക്കെ സാധിക്കുന്ന ഒരു ചെറിയ ദേവാലയം. സ്ത്രീകൾക്ക് വേറെ വഴിയില്ല, പുരുഷന്മാർക്കൊരു വഴി, സ്ത്രീകൾക്കൊരു ഇടുങ്ങിയ വഴി. ആ ഇടുങ്ങിയ വഴിയിലൂടെ ആരും കാണാതെ പ്രവേശിച്ച് ആരും കാണാതെ ഇറങ്ങിപ്പോകുന്ന, എല്ലാവർക്കും ഒരു കവാടം, ഒരു മുഖ്യ കവാടം, അതിലൂടെ മനുഷ്യർക്ക് കയറി വരാം. ഇതായിരുന്നു പ്രവാചകന്റെ പള്ളിയുടെ സ്ട്രക്ചർ. ഇങ്ങനെയായിരുന്നു റസൂലുള്ള പള്ളി ഉണ്ടാക്കിയിരുന്നത്. അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ബോർഡ് ഉണ്ടായിരുന്നില്ല, അമുസ്ലിങ്ങൾ കയറുമ്പോൾ അവർക്ക് ഒരു അറപ്പുണ്ടായിരുന്നില്ല, അമുസ്ലിങ്ങളെ കയറ്റാമെന്നുള്ള ചർച്ച ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. പള്ളി എന്ന് വെച്ചാൽ ദേവാലയം, മനുഷ്യന്റെ ആലയം. ദേവാലയം മതാലയമാകരുത്, സമുദായാലയമാകരുത്, സംഘടനാലയമാകരുത്. അങ്ങനെയായാൽ അത് ദേവാലയമാവില്ല. അള്ളാഹുവിന്റെ ഭവനം ബൈത്തുള്ള ആകണമെങ്കിൽ അത് മനുഷ്യരാശിക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രവേശനം അനുവദിക്കുന്നതാകണം. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം എന്നാണ് പള്ളിയെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നിർവചിച്ചിട്ടുള്ളത്. അങ്ങനെ ഖുബായിൽ പ്രവാചകൻ പള്ളി സ്ഥാപിച്ചു. ആ പള്ളി ആരാധനയ്ക്ക് കൂടി ഉള്ളതാണ്, അതോടൊപ്പം മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള കേന്ദ്രം എന്ന നിലക്ക് കൂടിയാണ്. ഇങ്ങനെയാണ് പള്ളി ആയിത്തീരേണ്ടത്. ആർക്കും വന്ന് എന്തും പറയാൻ സാധിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഒരു നാട്ടിലെ പള്ളി ആവണം. പ്രിയമുള്ളവരെ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ നാട്ടില് ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു പോവാണ്. ഈ ചരിത്രം പറയുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊന്ന് ബന്ധിപ്പിക്കുന്നത് നല്ലതാണല്ലോ.
നമ്മുടെ നാട്ടിൽ എത്ര പള്ളികളുണ്ട്? ഓരോ മഹലിൽ ഇഷ്ടം പോലെ പള്ളിയുണ്ട്. ആ നാട്ടിൽ ആര് മരിച്ചാലും, മരണം ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ നമ്മുടെ മനുഷ്യർക്കിടയിൽ. ആര് മരിച്ചാലും ആ പള്ളിയുടെ ബോർഡിൽ എഴുതി വെക്കും, പോക്കരാജി മരണപ്പെട്ടു, കുഞ്ഞിപ്പറമ്പത്ത് കുഞ്ഞിപ്പോക്കരാജി മരണപ്പെട്ടു, ഉച്ചക്ക് മയ്യത്ത് ജനാസ നിസ്കാരം എന്ന്. ആ ബോർഡിൽ തന്നെ കുന്നുംപുറത്ത് കുഞ്ഞിക്കണാരൻ മരണപ്പെട്ടു, വൈകുന്നേരമാണ് സംസ്കാരം എന്ന് എഴുതി വെക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അപ്പോഴല്ലേ പള്ളി മനുഷ്യൻ്റെതാവുള്ളൂ. പള്ളിയുടെ മൈക്കിൽ അനൗൺസ് ചെയ്യുക, നമ്മുടെ പള്ളിയുടെ സമീപത്ത് താമസിക്കുന്ന കുന്നുംപുറത്ത് കുഞ്ഞിക്കണാരൻ മരണപ്പെട്ടിരിക്കുന്നു, വൈകുന്നേരമാണ് സംസ്കാരം എന്ന് അനൗൺസ് ചെയ്യുക. ആ നാട്ടിലൊരു കല്യാണം നടക്കുന്നു, പള്ളിയുടെ ബോർഡിൽ ആ കല്യാണത്തെ കുറിച്ചുള്ള ഒരു അറിയിപ്പ്. അത് ജാതിയും മതമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യൻ്റെതായിത്തീരേണ്ടത്? പക്ഷേ ഇത് സമുദായത്തിന്റെ ആലയമായി തീരുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാം, അമ്പലം അങ്ങനെയാണോ, ചർച്ച് അങ്ങനെയാണോ? നമ്മൾ മാത്രം എന്താ? ഖുർആൻ ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചർച്ചും അമ്പലവും അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നവരാക്കട്ടെ, അത് നമ്മുടെ ഒരു വിഷയമല്ലല്ലോ. ഖുർആൻ പള്ളിയെ കുറിച്ച് ഏത് തരം കോൺസെപ്റ്റാണ്, ഏത് തരം പ്രതീക്ഷയാണ്, സങ്കല്പമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അതനുസരിച്ചല്ലേ നമ്മൾ ആക്കി തീർക്കേണ്ടത്. അങ്ങനെ മസ്ജിദ് ഖുബ പണിത് പ്രവാചകൻ അല്പകാലം അവിടെ താമസിച്ച് പിന്നീട് മദീനയിലേക്ക് പുറപ്പെട്ടു. കുറച്ചേ ഉള്ളൂ മദീന. അങ്ങനെ മദീനയിലേക്ക് പോകുന്ന വഴി ആണ് വാദി സലാം എന്ന് പറയുന്ന വാദി ബനി സലാമിൽ വെച്ച് പ്രവാചകൻ ബനി സാലിമിൽ വെച്ച് ആദ്യത്തെ ജുമാ നിസ്കരിച്ചത്. അവിടെ ഇപ്പോ മസ്ജിദ് ജുമാ എന്ന് പറഞ്ഞിട്ടൊരു പള്ളിയുണ്ട്, ഖുബയോട് ചേർന്നാണ്. ഖുബ പ്രദേശത്തോട് ചേർന്നുള്ള ഒരു താഴ്വരയാണത്. ഖുബ പള്ളിയിലേക്ക് തിരിയുന്ന ആ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് ആ മസ്ജിദ് ജുമാ കാണാം. അവിടെ വെച്ചാണ് പ്രവാചകൻ ആദ്യത്തെ ജുമാ നിസ്കരിച്ചത്. ആരാധനകൾ ആരംഭിക്കുകയാണ് അവിടെ. മക്കയിൽ ജീവിച്ച കാലത്ത് ആരാധനകൾക്ക് വലിയ പ്രാധാന്യം നൽകി അത് പഠിപ്പിച്ചിരുന്നില്ല, മൂല്യങ്ങളായിരുന്നു പഠിപ്പിച്ചിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആരാധനകൾ ഇപ്പോഴാണ്. ഈ ആരാധനകൾ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ആരാധനകളല്ല മതം. ഇത് രണ്ടും വ്യത്യാസമാണ്. ആരാധനകൾ പ്രധാനമാണ്, പക്ഷെ ആരാധനകളല്ല മതം. മതം മൂല്യമാണ്. ആരാധനകൾ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് വേണ്ടി നിശ്ചയിച്ച ഉപാസനകളാണ്. ഈ ഉപാസനകൾ മാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ ഒരു ഗുണമില്ല. ആ മനുഷ്യനെ കൊണ്ട് സമൂഹത്തിനൊരു ഗുണമില്ല. ഈ ഉപാസനകളിൽ നിന്ന് ആർജിച്ച വിശുദ്ധി തന്റെ ജീവിതത്തിൽ പകർത്തി അങ്ങനെ സമൂഹത്തിന് ഗുണകരമായ വിധത്തിൽ സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോഴാണ് ആ മനുഷ്യൻ സമൂഹത്തിന് ഗുണമുള്ളവയാളായി ആയിത്തീരുന്നത്. അല്ലാതെ കുറെ അനുഷ്ഠാനങ്ങളുണ്ട്. അനുഷ്ഠാനങ്ങൾ എപ്പോഴും നിർവഹിക്കും. 5 നേരം നിസ്കരിക്കും, വേണമെങ്കിൽ 50 നേരവും നിസ്കരിക്കും. 30 ദിവസവും നോമ്പെടുക്കും, വേണമെങ്കിൽ 300 ദിവസവും നോമ്പെടുക്കും. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ നിർഗുണനാണ്. അയാളെ കൊണ്ട് എന്ത് ഗുണം? സമൂഹത്തിന് എന്ത് നേട്ടം? ആരാധനകളല്ല മനുഷ്യന്റെ ജീവിതത്തിലെ ലക്ഷ്യം. ഇത് അട്ടിമറിയാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മം നിസ്കാരമാണെന്നും ആദ്യമായി ചോദ്യം ചെയ്യുന്നത് നിസ്കാരത്തെ കുറിച്ചാണെന്നൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? അട്ടിമറിയാണത്. അല്ല, മനുഷ്യനോട് ചോദിക്കുന്നത് അവന്റെ സാമൂഹ്യ ബാധ്യതകളെ കുറിച്ചാണ്. ആ സാമൂഹ്യ ബാധ്യതകൾക്ക് പുറകെയാണ് അനുഷ്ഠാനങ്ങൾ വരുന്നത്. അനുഷ്ഠാനങ്ങൾ അപ്രസക്തമല്ല, അപ്രധാനമല്ല. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ അനുഷ്ഠാനങ്ങളല്ല മതം, അനുഷ്ഠാനങ്ങളല്ല ജീവിതം.
ആചാരമല്ല മതം, അത് മൂല്യങ്ങളാണ്. ആചാരബന്ധിതമായ ഒരു മതം കൊണ്ടുവന്ന് ആ മതത്തെ മാർക്കറ്റ് ചെയ്ത് മനുഷ്യന്റെ സാമൂഹ്യമായിട്ടുള്ള എല്ലാ ദൗത്യങ്ങളെയും വിസ്മൃതമാക്കുന്ന പൗരോഹിത്യം പിടിമുറുക്കിയിരിക്കുന്നു മതത്തിൽ. നിങ്ങൾ നിസ്കരിച്ചാൽ മതി, നോമ്പെടുത്താൽ മതി, താടി നീട്ടിയാൽ മതി, ഇങ്ങനെയാണ്. നിങ്ങൾ പർദ്ദ ധരിച്ചാൽ മതി, നിങ്ങൾ കണ്ണ് മൂടിക്കെട്ടിയാൽ മതി. അതിനെക്കുറിച്ചാ ചർച്ച. അതിനകത്തിരിക്കുന്ന മൂല്യങ്ങളെ കുറിച്ച് ഒന്നും ചർച്ചയേ ഇല്ല. അങ്ങനെ നിങ്ങൾ നല്ലവനാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ എത്ര ഇഞ്ച് നീളമുള്ള താടിയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഇങ്ങനെയാണ്. ആരാധനകൾ പ്രവാചകൻ 13 വർഷം പഠിപ്പിച്ചില്ല, ആളുകളെ നിർബന്ധിച്ചില്ല. മദീനയിൽ വന്നതിന് ശേഷം മെല്ലെ മെല്ലെ ആരാധനകൾ പ്രവാചകൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ പ്രാധാന്യവും പ്രസക്തിയും നമ്മൾ ആ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. എന്നിട്ട് റസൂല് മദീനയിലേക്ക് പോകുന്നു. മദീനയിലേക്ക് പോയി അവിടെ അബൂ അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അബൂ അയ്യൂബുൽ അൻസാരി എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ വളരെ എണ്ണപ്പെട്ട ഗണനീയനായ ഒരു വ്യക്തിയൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് റസൂലുള്ള താമസിക്കുന്നത്. ഇതിലും ഉണ്ടൊരു പാഠം. ആരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. ഒരു നേതാവ് അല്ലെങ്കിൽ പണ്ഡിതൻ ഒക്കെ ആരെയാണ് പരിഗണിക്കേണ്ടത്, പരിഗണിക്കുന്നതിന്റെ മാനദണ്ഡം എന്തായിരിക്കണം, ഇതൊക്കെ ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കാം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ പ്രവാചകൻ അവിടെ എത്തി. ഈ മക്കയിൽ നിന്ന് വന്നിട്ടുള്ള മുഹാജിറുകളുണ്ട്, മദീനക്കാരായ അൻസ്വാരികളുണ്ട്, ആ നാട്ടിലെ യഹൂദ ക്രൈസ്തവരുണ്ട്. അവരൊക്കെ പ്രവാചകനെ കാണാൻ വരുന്നു. അതിനിടയിൽ റസൂൽ ചെയ്ത ഒരു കാര്യമാണ് മക്കക്കാരെയും മദീനക്കാരെയും പരസ്പരം കൂട്ടിയിണക്കി യോജിപ്പിച്ച് അവർ തമ്മിൽ രക്തബന്ധം കണക്കെയുള്ള സാഹോദര്യം പ്രവാചകൻ നിയമപരമായി സ്ഥാപിച്ചു. ഇത് നിന്റെ സഹോദരനാണ്. നിയമപരമായി സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ അനന്തരാവകാശം കിട്ടും എന്ന അർത്ഥത്തിലൊന്നുമല്ല, മറിച്ച് എനിക്ക് എൻ്റെ സഹോദരൻ എന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്ന വിധത്തിൽ ഒരാളെ റസൂൽ എന്നിലേക്ക് ചേർത്ത് തന്നു. ഇയാളെ നിങ്ങൾ ആണ്. മക്കയിൽ നിന്ന് വന്ന ഒരാൾക്ക് യാതൊരു അന്യതാബോധവും ഇല്ലാതെ മദീനയിൽ കഴിയാനുള്ള സാഹചര്യം പ്രവാചകൻ ഉണ്ടാക്കി. അത് ഒരാൾക്ക് 2 പേരെ പ്രവാചകൻ നിശ്ചയിച്ചിട്ടുണ്ട്, ചിലപ്പോൾ 2 പേർക്ക് ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മക്കയിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് അവിടെ വളരെ സുഖസൗകര്യങ്ങളോടുകൂടി ഉണ്ടായിരുന്ന ആളുകളാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലുള്ള, ഉസ്മാൻ ബിൻ അഫ്ഫാനെ പോലുള്ള, പിന്നെ അതുപോലെ അബൂബക്കർ സിദ്ദീഖിനെ പോലുള്ള ആളുകളൊക്കെ, അലിയാര് തങ്ങള്, അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ വലിയ വലിയ സൗകര്യത്തിൽ ജീവിച്ചവരാണ്. സൗകര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഉള്ള രീതിയിൽ. അവരൊക്കെ ഇവിടെ വന്ന് അഭയാർത്ഥികളെ പോലെ പരിചയമില്ലാത്തൊരു നാട്ടിൽ, പരിചയമില്ലാത്ത ആളുകൾക്കിടയിൽ. അപ്പൊ ആ അന്യതാബോധം ഇല്ലാതാക്കാൻ വേണ്ടി റസൂൽ ഇവരെ തമ്മിൽ യോജിപ്പിക്കുകയും എന്നിട്ട് അവർക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ഓരോരുത്തരെയും ഏൽപ്പിക്കുകയും ചെയ്തു. ഇത് സർവാത്മന മദീനക്കാരെ ഏറ്റെടുത്തു. ഇതാണ് മദീനക്കാരുടെ ഒരു പ്രത്യേകത. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. മക്കക്കാര് കച്ചവടക്കാരാണ്, മദീനക്കാര് കർഷകരാണ്. കച്ചവടക്കാര് മോശമാണെന്നോ പിന്നെ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ 2 പേരുടെയും ഒരു വ്യത്യാസമുണ്ട്. മക്കക്കാര് കച്ചവടക്കാരാണ്, അവരുടെ ഈ ലാഭചേത കണക്കുകളൊക്കെ ഉണ്ട്. മദീനക്കാർ അടിസ്ഥാനപരമായി കർഷകരാണ്. അങ്ങനെ പ്രവാചകൻ അവരെ തമ്മിൽ ചേർത്തപ്പോ മദീനക്കാർക്ക് അവരെ സ്വീകരിക്കാൻ യാതൊരു വൈമനസ്യം ഉണ്ടായിരുന്നില്ല. പങ്കുവെപ്പ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പങ്കുവെപ്പ് ഉണ്ടായി. അങ്ങനെ മക്കക്കാര് മദീനക്കാരെ പോലെയോ അല്ലെങ്കിൽ അതേക്കാൾ അല്പം മുകളിലോ ഉള്ള ഒരു പരിഗണന ലഭിക്കുകയും അവർ വളരെ അന്തസ്സോടുകൂടി യാതൊരു വിധത്തിലുള്ള അഭിമാനക്ഷതവുമില്ലാതെ അന്യതാബോധവുമില്ലാതെ മദീനയിൽ അവരോടൊപ്പം ജീവിക്കുകയും ചെയ്തു.
ഇത് ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ്. ഞാൻ ഇതിന് തുല്യമായ ഈ മദീനക്കാരെ മക്കക്കാരെ സ്വീകരിച്ചതിന് തുല്യമായ ഒരു ചരിത്രം കിട്ടുമോ എന്ന് എന്റെ ചെറിയ പരിശോധനയിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ പല ഭാഗങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഒരു തുല്യമായ ചരിത്രം ഒരു സമാധാനത്തിന്, പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇതിന് തുല്യമായ ഒരു ചരിത്രം, ഇത് വളരെ അതിശയോക്തി കലർത്തി പിന്നെ എന്താണ് ഈ മത സ്റ്റേജിൽ പറയുന്നത് പോലെ പറയുന്നതല്ല കേട്ടോ, സത്യസന്ധമായി പറയാണ്. ഞാൻ ഒരുപാട് പരിശോധിച്ചു. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളെ മദീനക്കാരായ അൻസാറുകൾ സ്വീകരിച്ചതിന് തുല്യമായ ഒരു സംഭവം, അതുപോലെയുള്ള ഒരു പങ്കുവെപ്പ്, അതുപോലുള്ള ഒരു സാഹോദര്യം സംസ്ഥാപിക്കുന്ന ഒരു രീതി വേറെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിതലത്തിൽ ഒക്കെ ഉണ്ടാകാം, പക്ഷെ ഒരു സമൂഹം എന്ന നിലക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചപ്പോ എന്റെ പരിശോധനയിൽ, അത് പരിമിതമായ പരിശോധനയാണ്, എനിക്ക് നിരാശയായിരുന്നു ഫലം. അങ്ങനെ ഒരു തുല്യമായ ചരിത്രം കിട്ടിയിട്ടില്ല. നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയപ്പെട്ടെങ്കിൽ അത് കാണിച്ചു തരണം, പറഞ്ഞു തന്നാൽ അത് സന്തോഷകരായിരിക്കും. അത്ഭുതമാണ് മദീന, അമ്പരപ്പിക്കുന്ന ചരിത്രമാണ് മദീനക്കാരുടേത്. പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇസ്ലാമിൽ ഭക്ഷണത്തിൽ ഉപ്പെന്ന പോലെ മദീനക്കാർ ഉൾച്ചേർന്നിരിക്കുന്നു. എന്തൊരു അംഗീകാരമാണത് അല്ലെ? മദീനക്കാർ അങ്ങനെയാണ്, അവരെല്ലാം സമർപ്പിച്ച് സ്വീകരിച്ച്, ഒരു ബന്ധമില്ല മക്കക്കാരുമായിട്ട്, ജീവിതത്തിൽ കാണാത്തവരാ, എന്നിട്ട് പോലും അവർ പങ്കുവെച്ച് സ്വീകരിച്ചു. ഇതൊരു അത്ഭുതമാണ്. മദീന അങ്ങനെയാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ സ്വപ്നഭൂമിയാകുന്നത്. മക്ക വിശുദ്ധ ഭൂമിയാണ്, തർക്കമൊന്നുമില്ല, പക്ഷേ മദീനയാണ് നമ്മുടെ സ്വപ്നഭൂമി. മദീന നമ്മെ അമ്പരപ്പിച്ചുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും. കാരണം അതിന്റെ ചരിത്രം അങ്ങനെയാണ്. ആർദ്രതയുടെ, പങ്കുവെപ്പിന്റെ, കരുണയുടെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ വിളനിലമാണ് മദീന. അതുകൊണ്ടാവാം പുണ്യപ്രവാചകൻ തന്റെ അന്ത്യവിശ്രമ കേന്ദ്രമായി മദീന തിരഞ്ഞെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പ്രവാചകൻ അവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നു, മസ്ജിദുൻ നബവി. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാമത്തെ പള്ളി എന്ന് നമ്മൾ പറയുന്ന മസ്ജിദുൻ നബവി അങ്ങനെയാണ് സ്ഥാപിതമാകുന്നത്. അത് പ്രവാചകൻ ആദ്യം നിർമ്മിച്ച പള്ളിയല്ല. ആദ്യം നിർമ്മിച്ച പള്ളി മസ്ജിദ് ഖുബയാണ്, പിന്നീട് നിർമ്മിച്ച പള്ളിയാണ് മസ്ജിദുൻ നബവി. അത് രണ്ട് അനാഥരായ കുട്ടികളുടെ ഭൂമിയിൽ അവരുടെ നിർബന്ധപ്രകാരം പ്രവാചകൻ ഏറ്റെടുക്കേണ്ടി വന്ന് അവിടെയാണ് ആ പള്ളി പണിയുന്നത്. ഇന്നും ആ സ്ഥലത്താണ് അതിന്റെ കേന്ദ്ര ഭാഗം നിലനിൽക്കുന്നത്. അതിനോട് ചേർന്നാണ് പ്രവാചകന്റെ വിശുദ്ധ ഖബർ ഷരീഫ്, റൗദ. റൗദ വേറെയാണ്, പ്രവാചകന്റെ ഖബർ ഷരീഫ് റൗദയോട് ചേർന്നിരിക്കുന്നു. അപ്പോ പറഞ്ഞു വരുന്നത്, അങ്ങനെ പ്രവാചകൻ അവിടെ പള്ളി സ്ഥാപിച്ചു. അത് നേരത്തെ പറഞ്ഞ പോലെയുള്ള പള്ളിയാ. എന്നിട്ട് റസൂൽ ആ നാട്ടുകാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുന്നു, ജാതി മത ഭേദമന്യേ, ഗോത്ര ഭേദമന്യേ. മക്കക്കാരെ പോലെ തന്നെ അത്രയും തീവ്രവും തീക്ഷ്ണവും അല്ലെങ്കിൽ പോലും ഗോത്രീയതയുണ്ട്. മക്കക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഇരു ഗോത്രങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്ന ഏറ്റുമുട്ടലുകളുണ്ട്. അതൊക്കെ മദീനയുടെ സ്വന്തം ചരിത്രമാണ്. അഹ്ലി കിതാബ് വേദക്കാരുണ്ട്, യഹൂദരും ക്രൈസ്തവരും ആയിട്ടുള്ള. അവരൊക്കെ ഉള്ള ആ ഒരു ബഹുസ്വരമായ ഒരു സമൂഹമായിട്ടാണ് മദീനയെ പ്രവാചകൻ അനുഭവപ്പെടുന്നത്. ഒരു ബഹുസ്വര സംസ്കൃതി. ഇന്ത്യയുടെ അത്രയൊന്നും നാനാത്വമില്ല എങ്കിൽ പോലും ബഹുസ്വരതയുണ്ട്. ക്രൈസ്തവർ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്, യഹൂദരിൽ തന്നെ വ്യത്യസ്ത ഗോത്രങ്ങളുണ്ട്. ഇവരൊക്കെ റസൂലുള്ള ഒരുമിച്ച് കൂട്ടുകയാണ്. കാഫിർ, മുശ്രിക്ക്, ജൂതൻ എന്നൊക്കെ ചീത്ത പറഞ്ഞ് തള്ളിക്കളയുകയല്ല, അവരൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ് റസൂലുള്ള. ഇത് ഒരുമിച്ച് കൂട്ടുന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ പേരിലും അല്ല. ഇതും കൂടി നമ്മൾ അറിയണം. റസൂലുള്ള ഒരു മതസൗഹാർദ്ദ വക്താവല്ല, ഒരു മതസൗഹാർദ്ദത്തിന്റെ ആളല്ല റസൂല്. മതസമന്വയത്തിന്റെ ദാർശനികനാണ്.
മതസമന്വയമാണ് റസൂലുള്ളാന്റെ ആദർശം, മതസൗഹൃദമല്ല. അങ്ങനെ ഉണ്ടല്ലോ രാഷ്ട്രീയക്കാർക്ക് ചായ കുടിച്ച് പിരിയാനുള്ള, എല്ലാവരും പറയുന്നത് ഒന്നാണ്, എവിടുന്ന് വന്നാലും ഒന്നാണ്, എല്ലാവരും നല്ലതായിട്ട് ജീവിക്കണം എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 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 മസാജ് ചെയ്തിട്ട് വിടുന്ന ആ മതസൗഹാർദ്ദം അല്ല റസൂലുള്ളാന്റെ മതസൗഹാർദ്ദം. റസൂലുള്ള മതസൗഹാർദ്ദത്തിന്റെ വക്താവല്ല, മതസമന്വയത്തിന്റെ വക്താവാണ്. അതുകൊണ്ട് യഹൂദരെ പ്രവാചകൻ ആദരിച്ചു, അവരുടെ വേദത്തെ ആദരിച്ചു, അവരുടെ സംസ്കൃതിയെയും അവരുടെ പാരമ്പര്യത്തെയും ആദരിച്ചു. ക്രൈസ്തവരെ ആദരിച്ചു, അവരുടെ വേദത്തെയും അവരുടെ പ്രവാചകനെയും അവരുടെ ആ പിന്നെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പ്രവാചകൻ ആദരിച്ചു. അതിനുവേണ്ടി തന്റെ പള്ളി ഒഴിഞ്ഞു കൊടുത്തു. അതിനുവേണ്ടി തന്റെ പള്ളി ഒഴിഞ്ഞു കൊടുത്തു. ഏത് പള്ളി? മസ്ജിദുൻ നബവിയിൽ പ്രവാചകനെ കാണാൻ വേണ്ടി വന്ന വിദേശ ക്രൈസ്തവ പാതിരിമാരുൾപ്പെടുന്ന ഒരു വലിയ സംഘത്തിന് പ്രാർത്ഥിക്കേണ്ട നേരമായപ്പോൾ പ്രവാചകൻ തന്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. അവരെങ്ങനെ പ്രാർത്ഥിക്കുക? അവര് പ്രാർത്ഥിക്കുന്നത് ക്രൂശിത രൂപത്തോട് കുരിശു വെച്ച് പള്ളിയിൽ നിന്ന്. ചിന്തിക്കാൻ പറ്റുമോ? ആലോചിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹിക്കുണ്ടോ ഈ സമുദായ സ്പിരിറ്റ്? പ്രവാചകൻ ഒരു സാമുദായിക നേതാവല്ലല്ലോ, ഒരു സമുദായവാദിയുമല്ല. എന്തൊക്കെ സംഭവിച്ചൂടാ? അങ്ങനെ ആ മദീനക്കാരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂല് പറയുന്നു, ഇത് നമ്മുടെ നാടാണ്, നമ്മൾ ഒരുമിച്ച് പോകണം, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരവരുടെ വിശ്വാസമനുസരിച്ചുള്ള ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് അവർക്ക് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ നോക്കണം, മതേതരത്വം എന്ന് പറയുന്ന ആശയം മതേതരത്വം എന്ന പേര് പറഞ്ഞാലേ ആകുള്ളൂ എന്നുണ്ടോ? മതേതരത്വം എന്ന ആദർശം ആദ്യമായി ലോകത്തിന് കാഴ്ചവെച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആക്ഷരികമായിട്ട് എന്ന് വെച്ചാൽ രേഖീകൃതമായിട്ട്. അതിനു മുമ്പ് പലരും ഉണ്ടാവും, പക്ഷേ രേഖീകൃതമായി മതേതരത്വം എന്ന ആശയം. മതേതരത്വം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ആര് പറഞ്ഞു? മതേതരത്വം എന്ന് കേൾക്കുമ്പോഴേക്ക് നമുക്ക് എന്തിനാ കലി വരുന്നത്? മതേതരത്വം എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ എന്തിനാ അതിനെ വിമർശിക്കാൻ ചാടിപ്പുറപ്പെടുന്നത്? ഇത് പ്രവാചകന്റെ ആശയമാണ്. യഹൂദരോട് പറഞ്ഞു, തൗറാത്തും വെച്ചിട്ട് നിങ്ങൾ വിധി തേടി ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ തൗറാത്ത് അനുസരിച്ച് വിധിച്ചോളൂ. ഇഞ്ചീലിന്റെ ആളുകളോട് പറഞ്ഞു, ഫൽയഹ്കും അഹ്ലുൽ ഇഞ്ചീലി ബിമാ അൻസലല്ലാഹു ഫീഹ്, ഇഞ്ചീലിന്റെ ആളുകൾ അതനുസരിച്ച് വിധിക്കണം. ഇതല്ലേ മതേതരത്വം? മുസ്ലിങ്ങൾ അവരുടെ വേദമായ ഖുർആൻ അനുസരിച്ച്, ക്രൈസ്തവർ അവരുടെ വേദമനുസരിച്ച്, യഹൂദർ അവരുടെ വേദമനുസരിച്ച് ജീവിക്കട്ടെ, അവരുടെ ശരീഅത്ത് പാലിക്കട്ടെ, അതനുസരിച്ച് അവർ വിധി നടത്തട്ടെ എന്ന് പറയുന്ന ഒരു ഭരണഘടനയേക്കാൾ വലിയ മതേതര ഭരണഘടന വേറെ ഏതാ ഉള്ളത്? എന്നിട്ട് പറയും റസൂലുള്ള എല്ലാരെയും മതം മാറ്റാൻ വേണ്ടി നടന്നു, എന്നിട്ട് പറ്റാത്ത ആൾക്കാരെയൊക്കെ പുറത്താക്കി, അവരെയൊക്കെ അല്ലെങ്കിൽ അവരെ രണ്ടാം തരം പൗരന്മാരാക്കി. അങ്ങനെ ഉണ്ടോ ചരിത്രത്തിൽ? പ്രവാചകനാണ് മതേതരത്വം പഠിപ്പിച്ചത്. മതേതരത്വം പ്രവാചകന്റെ ആദർശമാണ്. ജനാധിപത്യം പറയേണ്ടതില്ല. എന്നിട്ട് നമ്മൾ മതേതരത്വം എന്ന് പറയുമ്പോഴേക്ക് ഏതോ അർത്ഥത്തില് അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അങ്ങനെ നമ്മൾ ഒരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ പറയാനുള്ളതാണ് മതേതരത്വം. നമ്മൾ മതേതര വിശ്വാസികളാണെന്നൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നല്ലാതെ ഉള്ളിന്റെ ഉള്ളിൽ അത് മതവിരുദ്ധമാണ് എന്ന ഒരു 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 തോന്നല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മതവിരുദ്ധമല്ല, അതാണ് മതം. എല്ലാ മതങ്ങളെയും അതിന്റെ സ്രോതസ്സിൽ ആദരിക്കുന്ന, അതിന്റെ സ്രോതസ്സിൽ അംഗീകരിക്കുന്ന ഒരു ദർശനം. ഇതാണ് പ്രവാചകൻ കാഴ്ചവെച്ചത് മദീനയിൽ. എന്നിട്ട് അവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കി. ആ ഭരണഘടന എഴുതി വെച്ചു. എഴുത്തും വായനയെ അറിയില്ല റസൂലുള്ളാഹിക്ക് ആണല്ലോ നമ്മൾ വേറെ പറഞ്ഞിരിക്കുന്നത്. എഴുത്തും വായനയെ അറിയാത്ത റസൂല ഇതൊക്കെ ചെയ്തതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. എന്തൊക്കെയാണ് റസൂലുള്ളാഹിന്റെ പേരിൽ ഇനി പറയാൻ ബാക്കി?
ഇനി അഥവാ ആരെങ്കിലും റസൂലുള്ള അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറഞ്ഞാലോ, 6-ാം വയസ്സിലല്ല റസൂല് ആയിഷയെ വിവാഹം ചെയ്തത്, 19-ാം വയസ്സിലാണെന്ന് ചരിത്രപരമായി വസ്തുതകൾ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോ എന്റെ നേർക്ക് ചാടിപ്പുറപ്പെടുകയാണ് ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും മുഴുവൻ. അല്ല, 6-ാം വയസ്സിൽ തന്നെ റസൂല് കല്യാണം കഴിക്കണം എന്ന മട്ടിൽ, 6-ാം വയസ്സിൽ കഴിപ്പിച്ചേ വിടുള്ളൂ എന്നുള്ള മട്ടിൽ ആയിഷ ബീവി 6 വയസ്സിൽ പിടിച്ച് റസൂലുള്ളാന്റെ തലയിൽ ഏൽപ്പിച്ച്, അങ്ങനെ റസൂലുള്ള ഒരു ബാലികയെ വിവാഹം ചെയ്തയാളാണെന്ന് വരുത്തിയാലേ ഇവർക്ക് സമാധാനത്തോടെ പോയി ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനെന്തോ മഹാ അപരാധം ചെയ്തു എന്നുള്ളതാണ്. ഇതപ്പൊ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ് ഫേസ്ബുക്ക്, പിന്നെ യൂട്യൂബുകളിൽ മുഴുവനും, തട്ട ഇട്ട പുരോഹിതനും തട്ട ഇടാത്ത പുരോഹിതനും ഒക്കെ. റസൂലിനെ ആയിഷ ബീവിക്ക് 19 വയസ്സാക്കി കളഞ്ഞു, 6-ാം വയസ്സിൽ കല്യാണം കഴിഞ്ഞെങ്കിലേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ എന്നാണ്. അതുപോലെ റസൂലുള്ള അക്ഷരം അറിയുന്ന ആളാണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞാൽ, അല്ല, അക്ഷരം അറിയാത്ത ആളാണെന്ന് സ്ഥാപിച്ചേ ഇവരൊക്കെ അടങ്ങുള്ളൂ. കാരണം റസൂലുള്ള എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഹദീസുകളൊക്കെ സംരക്ഷിച്ച് നിർത്തണം, ഈ ഹദീസുകളൊക്കെ സംരക്ഷിച്ച് നിർത്തണം, റസൂലുള്ളാക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിലാണ്. ഏതൊക്കെ തരത്തിലെ ആൾക്കാർ പറയുന്നറിയോ? യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, പേഴ്സണൽ മെസ്സേജിലൂടെ എന്തൊക്കെ തെറികളാ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? ആയിഷ ബീവിക്ക് 19 വയസ്സെന്ന് പറഞ്ഞു, റസൂലുള്ളാക്ക് അക്ഷരം അറിയാന്ന് പറഞ്ഞു എന്നൊക്കെയുള്ളതാണ്. കാരണം പ്രവാചകനേക്കാൾ വലിയ ഹദീസുകൾ ഉണ്ടായിത്തീരുക, ഖുർആനിനേക്കാൾ വലിയ ഹദീസുകൾ ഉണ്ടായിത്തീരുക. അങ്ങനെ പ്രവാചകന്റെ വ്യക്തിത്വത്തെ, പ്രവാചകന്റെ മഹത്വത്തെ, പ്രവാചകന്റെ ഗരിമയെ, പ്രവാചകന്റെ ധവളിമയെ, ശോഭയെ കെടുത്തിക്കളയുന്ന ഈ ഹദീസുകളെ മുഴുവൻ ന്യായീകരിച്ച് ഉറപ്പിക്കുക എന്നുള്ള പൗരോഹിത്യത്തിന്റെ വൃത്തികെട്ട കളികൾ പ്രവാചകനെ നന്നായി പറയാൻ പോലും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എടുത്തിട്ടാ ഈ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാം വിമർശകരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടാൽ ആരും പറഞ്ഞു പോകും, ആ മാതിരി വൃത്തികേടുകൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇരിക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ റസൂലുള്ള മദീനയിൽ ഭരണഘടന സ്ഥാപിച്ചു. അതിനിടയിൽ ചെറിയ ചെറിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അത് പ്രവാചകൻ പലരെയും കാണുന്നുണ്ട്, സംവദിക്കുന്നുണ്ട്. മക്കയിൽ നിന്ന് ഇനി വരാൻ ബാക്കിയുള്ള സഹാബികളിൽ പലരെയും കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം റസൂലുള്ള ഓരോരുത്തരുടെയും, മക്കയിൽ നിന്ന് വന്ന ഓരോരുത്തരുടെയും ജീവിതം, അത് അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തി. 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാകുന്നത്. ആ വർഷമാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. പ്രവാചകന്റെ യുദ്ധത്തെ കുറിച്ച് നമുക്ക് ചിലത് പറയാനുണ്ട്. ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ, ഈ യുദ്ധം എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് 2 ആളുകൾ തമ്മിൽ, അല്ലെങ്കിൽ 2 സമൂഹങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ 2 സൈന്യങ്ങൾ തമ്മിലുള്ള, വ്യവസ്ഥാപിത സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. എന്ന ഏറ്റവും വലിയ തമാശ, റസൂലുള്ള വഫാത്താകുന്നത് വരെ ഒരു സൈനിക ശേഖരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു സൈനിക ശേഖരം ഉണ്ടായിരുന്നില്ല. ഈ ഒരു യുദ്ധം ചെയ്യുന്ന ആൾക്ക് സൈനിക ശേഖരം ഉണ്ടാകണ്ടേ? റസൂലുള്ളാന്റെ സൈന്യങ്ങൾ മുഴുവനും തട്ടിക്കൂട്ട് സൈന്യങ്ങളാണ്. ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല. എവിടെയും കാശ് കൊടുത്ത് അല്ലെങ്കിൽ ശമ്പളം കൊടുത്ത് നിർത്തിയ, പരിശീലിപ്പിച്ച, വ്യവസ്ഥാപിത രൂപത്തിലുള്ള ക്യാപ്റ്റൻ, അങ്ങനെ ആ ഒരു രൂപത്തിലുള്ള ഒരു സൈനിക ശേഖരം റസൂലുള്ളാഹിക്ക് ജീവിതകാലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ശമ്പളം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ വിമർശകര് പറഞ്ഞേക്കും, ഈ പിന്നെ യുദ്ധം മുതലൊക്കെ വീതിച്ചു കിട്ടിയല്ലേ, പിന്നെന്തിനാ ശമ്പളം? ആയിക്കോട്ടെ, എന്നാലും യുദ്ധത്തിലൊക്കെ പങ്കെടുക്കുമ്പോ ഒരു പിന്നെ എന്താണ്, അവർക്ക് ഒരു പരിശീലനം കൊടുക്കണം, അതിനൊരു വ്യവസ്ഥാപിതത്വം ഉണ്ടാകണം, അല്ലേ? അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ആവശ്യം വരുമ്പോ, അനിവാര്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യത ഉണ്ടാകുമ്പോൾ റസൂലുള്ള വിളിക്കും, അല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഒരുങ്ങാം അല്ലേ? അങ്ങനെ റസൂലുള്ള ഒരുങ്ങും. ഇതിലെ ആരെങ്കിലും പരിശീലകനായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. റസൂലുള്ള യുദ്ധപ്രഭുവാണെന്ന് വരുത്തി തീർക്കുന്ന ആർക്കും ഈ ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ല. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യാധിപൻ, അലക്സാണ്ടർ എടുക്കാം, അല്ലെങ്കിൽ ഈ വെട്ടിപ്പിടിച്ച ആളുകൾ മുഴുവൻ, നമ്മുടെ മുഹമ്മദ് ഗസ്നി എടുക്കാം,
വെട്ടിപ്പിടിച്ച ആളുകളുടെ ചരിത്രം മുഴുവൻ എടുക്കാം. ടിപ്പു സുൽത്താൻ എടുക്കാം. ടിപ്പു സുൽത്താനൊക്കെ അവരുടെ ഉദ്ദേശശുദ്ധിയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ അവരൊക്കെ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിലേക്ക് ആക്കാൻ വേണ്ടി പുറപ്പെട്ട ആളുകളല്ലേ. ശിവജി എടുക്കാം. ഇങ്ങനെ ഈ രീതിയിലുള്ള നമ്മുടെ നാട്ടുരാജാക്കന്മാരെടുക്കാം. അവർക്കൊക്കെ വ്യവസ്ഥാപിതമായ സൈനികരുണ്ടായിരുന്നു. ഈ സൈനികരെ ചെലവും കൊടുത്ത് വളർത്തി അവർക്ക് നിരന്തരമായ പരിശീലനം നൽകി അവർക്ക് ഒരു കൃത്യമായ വ്യവസ്ഥ ഉണ്ടാക്കി അവർക്ക് കമാൻഡർ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെ വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ യുദ്ധം ചെയ്തിരുന്നത്. അങ്ങനെയാ. റസൂലുള്ളാഹ്ക്ക് ഞാൻ ചോദിക്കുന്നു, റസൂലുള്ളാഹ്ക്ക് വ്യവസ്ഥാപിതമായ ഒരു സൈന്യം ഉണ്ടായിരുന്നില്ല എന്നത് എന്തിലേക്കുള്ള തെളിവാണ്? റസൂലുള്ള യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നതിലേക്കുള്ള തെളിവാണ്. പ്രവാചകൻ യുദ്ധം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ റസൂലുള്ളാഹ്ക്ക് ഒരു സൈന്യം ഉണ്ടാക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല. കാരണം ഗോത്ര സമൂഹമാണ്. അവരെ വളരെ വ്യവസ്ഥാപിതമായ ഒരു സൈനിക ശേഖരം ഉണ്ടാക്കി അവർക്ക് വ്യവസ്ഥാപിതമായ പരിശീലനം കൊടുത്ത് ആയുധങ്ങൾ നൽകി അവരെ എപ്പോഴും സജ്ജരാക്കി നിർത്താൻ പ്രവാചകൻ ഒരു പണി ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്തേ റസൂൽ അങ്ങനെ ചെയ്തില്ല? റസൂലുള്ള യുദ്ധം ഉദ്ദേശിച്ചിരുന്നില്ല. ഏറ്റുമുട്ടാൻ പ്രവാചകൻ ഉദ്ദേശിച്ചിരുന്നില്ല. അനിവാര്യമായ ഘട്ടത്തിൽ തൽക്കാലമായി തട്ടിക്കൂട്ടിയ ആളുകൾ. ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ റസൂലുള്ളാന്റെ സൈനികരിൽ കാണാൻ കഴിയും. എന്തുകൊണ്ടാ മദീന ഉഹദ് യുദ്ധത്തിന് പോകുമ്പോൾ 300 ചില്ലാൻ ആളുകൾ തിരിച്ചു പോയത്? അതൊരു സൈനികരല്ലാത്തത് കൊണ്ടാണ്. ആണെങ്കിൽ തിരിച്ചു പോകില്ല. ആലോചിക്കേണ്ട വിഷയമാണ്. എന്നിട്ട് ഈ റസൂലിനെയാണ് യുദ്ധപ്രഭുവായി ചിത്രീകരിക്കുന്നത് മറ്റാരുമല്ല കേട്ടോ. നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ നോക്കൂ, റസൂലുള്ളാന്റെ ചരിത്രം പഠിപ്പിക്കുന്ന താരീഖുർ റസൂൽ, ഇത് സമസ്തയുടേതാണെങ്കിലും മുജാഹിദിന്റെതും ജമാഅത്തിന്റെതും എല്ലാ പാഠപുസ്തകങ്ങളിലും താരീഖ് പഠിപ്പിക്കുന്ന എങ്ങനെ? റസൂലുള്ളാന്റെ ജനനം, റസൂലുള്ളാന്റെ വിവാഹം, റസൂലുള്ളാന്റെ നുബുവത്ത്, റസൂലുള്ളാന്റെ ഹിജ്റ, അത് കഴിഞ്ഞാൽ പിന്നെ ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈന്, തബൂക്ക്, ഇങ്ങനെ തുടങ്ങി സകല യുദ്ധങ്ങളും ഒന്നിന് പുറകെ പടപടാന്ന് പറഞ്ഞിങ്ങ് വരികയാണ്. അത് വായിക്കുന്ന ആർക്കും തോന്നും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് യുദ്ധങ്ങളാണ്. ഇത് നമ്മൾ തന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ളവര് പറയില്ലേ, എന്തിനാ കൂട്ടരെ ഈ യുദ്ധമല്ലാത്ത കാര്യങ്ങളെ യുദ്ധം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? എന്തിനാ ഇങ്ങനെ? നമുക്ക് പടപ്പാട്ടുകളാ ഉള്ളത്. ബദർ പടപ്പാട്ട്, ഉഹദ് പടപ്പാട്ട്. ഈ പടപ്പാട്ടാണോ റസൂലുള്ള പഠിപ്പിച്ചത്? സ്നേഹത്തിന്റെ ഗീതം പഠിപ്പിച്ച സ്നേഹത്തിന്റെ മഹാഗായകനാണ് റസൂലുള്ള. കാരുണ്യത്തിന്റെ, കരുതലിന്റെ, വാത്സല്യത്തിന്റെ എന്തെന്തൊക്കെ വീരഗാഥകളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ, സ്നേഹത്തിന്റെ ഗീതികളാണുള്ളത്. ഇതൊന്നും കുട്ടികളെ പഠിപ്പിക്കൂല. ഏതെങ്കിലും മദ്രസ പാഠപുസ്തകത്തിൽ റസൂലുള്ളാന്റെ സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം പഠിപ്പിക്കുന്നുണ്ടോ? യുദ്ധത്തിന്റെ കഥകൾ, വെട്ടിപ്പിടിക്കലുകൾ, വാളെടുക്കല്, തലവെട്ടൽ, ഇതാണ് റസൂലുള്ളാന്റെ. സഹാബികളുടെ ചരിത്രം പറയുമ്പോഴും അങ്ങനെ തന്നെ. വെട്ടട്ടെ തല, വെട്ടണ്ട, ഇപ്പൊ വെട്ടണ്ട, ഇങ്ങനെ. ഈ പ്രഭാഷകരൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഉമർ വാളെടുത്തു, എന്നിട്ട് നബിയോട് ചോദിച്ചു, ഞാൻ വെട്ടട്ടെ? ഇങ്ങനെ തലവെട്ട് വീരനായ ഒരു ഉമർ, ഇപ്പൊ തൽക്കാലം വെട്ടണ്ട എന്ന് പറയുന്ന സമാധാനിപ്പിക്കുന്ന ഒരു റസൂല്. ഇങ്ങനെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാന്റെ ചരിത്രം എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? വായിച്ചാ തീരാത്ത സ്നേഹത്തിന്റെ മഹാഗ്രന്ഥമാകുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? കണ്ണീരോടുകൂടി അല്ലാതെ ആ സ്നേഹത്തിന്റെ ഗീത വായിച്ചാ തീരുവോ? മനുഷ്യരോട് മാത്രമോ? ഈ പ്രപഞ്ചത്തോട്, പ്രാണികളോട്, സകലതും. എന്നിട്ട് ആ റസൂലുള്ളാനെ യുദ്ധപ്രഭുവായിട്ട് ചിത്രീകരിക്കുന്നു. മറ്റുള്ളവരല്ല, നമ്മള് മുസ്ലിങ്ങള്. ഹദീസിന്റെ കിതാബുകളിലൊക്കെ കിതാബുൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ പറയുന്നത് മുഴുവനും യുദ്ധത്തിന്റെ കഥകളാണ്. ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്കണം, വിമർശിക്കുകയാണെന്ന് കരുതണ്ട. ആ ഹദീസിന്റെ കിതാബുകളിൽ 50% കൂടുതൽ, 50% കൂടുതൽ യുദ്ധത്തിന്റെ കഥകളാണ്. എങ്ങനെ വന്നു ഇത്? ഞാൻ വെറുതെ ഒരു അന്താജിന് കണക്ക് പറയല്ല, വളരെ ഉറപ്പോടുകൂടി പറയുന്നു. ഹദീസിന്റെ കിതാബ് ബുഖാരി എടുക്കാം, മുസ്ലിം എടുക്കാം, പരിശോധിക്കാം. യുദ്ധത്തിന്റെ കഥകളാ ഉള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തോട് അനുബന്ധമായ കഥകൾ. ഈ കഥകളൊക്കെ വെറുതെ അങ്ങ് കയറിക്കൂടിയതാണെന്നും വിചാരിക്കേണ്ട. ഇതിന്റെ ഒക്കെ പിന്നിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. റസൂലുള്ളാന്റെ ബദർ യുദ്ധം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാം. ഇന്ന് സമയം അല്പം ദീർഘിച്ചു പോയി. ഞാൻ പറയുന്നത്, പ്രവാചകൻ ഒരു യുദ്ധപ്രഭുവല്ല, പ്രവാചകൻ ഒരു സൈനിക ശേഖരമില്ല, പ്രവാചകൻ സ്വന്തമായിട്ട് സൈനികരെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. തൽക്കാലത്തേക്ക് ഇങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് പ്രതിരോധിക്കണ്ടേ എന്ന് പറഞ്ഞ് അതിന് പോവായിരുന്നു. അതിന്റെ മുന്നിൽ റസൂൽ നിന്നു,
ദന്തഗോപുരത്തിലിരുന്ന് അണികളെ റോട്ടിലിറക്കി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാന്തിക്കുന്ന ആ പരിപാടിയല്ല റസൂലുള്ളാന്റേത്. മുമ്പിലിരുന്നു, പിക്കാസ് എടുത്ത് പാറ വെട്ടേണ്ടടുത്ത് ഒന്നാം നിരയിൽ റസൂല്. ഇങ്ങനെയാണ്, അല്ലാതെ ഇങ്ങനെ റിമോട്ട് കൺട്രോളിൽ നയിക്കുന്ന ആളായിരുന്നില്ല. ഇങ്ങനെയാണ് റസൂലുള്ള തന്റെ മദീന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ചർച്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി നിങ്ങളോട് അകമ്പൊരുളിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും അകമ്പൊരുൾ വാങ്ങുകയും വായിപ്പിക്കുകയും സ്പോൺസർ ചെയ്യുകയും ഒക്കെ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം.